ഈ കസ്റ്റമേഴ്സ് 2 ടൈപ്പ് ഉണ്ട് കേട്ടോ. ഒന്ന് നമ്മുടെ കയ്യിൽ നിന്ന് കേക്ക് ഓർഡർ ചെയ്തിട്ട് നമ്മൾ കൺഫർമേഷനൊക്കെ ചെയ്ത് സാധനങ്ങളൊക്കെ വാങ്ങി കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങണ വരെ ഭയങ്കര ആവശ്യക്കാരാവും കേട്ടോ. കാണുമ്പോൾ നമുക്ക് തന്നെ തോന്നിപ്പോവും ജെനുവിനാണെന്ന്. പക്ഷേ കേക്ക് പണി കഴിഞ്ഞ് നമ്മൾ എപ്പോഴത്തേക്ക് കേക്ക് എത്തിക്കേണ്ടതെന്ന് ചോദിക്കാൻ വിളിക്കുമ്പോൾ അപ്പം അവൻ തലനിറ അറിയുക, കേക്ക് വേണ്ട കേട്ടോ, അല്ലെങ്കിൽ പരിപാടി മാറ്റിട്ടോ, ഹസ്ബൻഡ് വേണ്ടാന്ന് പറഞ്ഞു എന്നിങ്ങനെ 100 നുണയും പറഞ്ഞങ്ങ് മുങ്ങും. ചിലരെ വിളിച്ചാൽ ഫോൺ എടുക്കുക പോലുമില്ല. അപ്പോഴാണ് പറ്റിക്കപ്പെട്ട് മനസ്സിലാവുക തന്നെ. ഇതൊക്കെ ഞാൻ ബേക്കിങ് തുടങ്ങിയ സമയത്താണ് കേട്ടോ. അന്നൊന്നും അധികം ഓർഡേഴ്സ് ഇല്ലല്ലോ. ഇവർക്ക് വേണ്ടി മാത്രമാവും സാധനം വാങ്ങുക. എന്നിട്ട് പൈസ പോലും തരാതെ പറ്റിക്കുമ്പോൾ അത്രയും സാധനം വേസ്റ്റായി പോകുമ്പോൾ എന്താ പറയുകയല്ലേ. സാരമില്ല, അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പിന്നീടാണ് എത്ര അടുപ്പക്കാരായാലും അഡ്വാൻസ് വാങ്ങിയിട്ട് മാത്രം കേക്കൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. പക്ഷേ വേറൊരു ടൈപ്പ് കസ്റ്റമേഴ്സ് ഉണ്ട്. ഹോം ബേക്കേഴ്സിന് ചാർജ് കൂടുതലാണെന്ന് അറിഞ്ഞിട്ടും നല്ല ക്വാളിറ്റി സാധനം വേണമെന്ന് കരുതി മാത്രം നമുക്ക് തന്നെ എല്ലാ ഇവൻറ്റ്സിനും ഓർഡേഴ്സ് തരുന്ന ചില കസ്റ്റമേഴ്സ് ഉണ്ട്. നല്ല ക്വാളിറ്റി കസ്റ്റമേഴ്സ്. ഒരിക്കൽ നമ്മുടെ കയ്യിൽ നിന്ന് കേക്ക് വാങ്ങിയാൽ പിന്നെ ഏത് ഇവൻറ്റിനും നമ്മുടെ കയ്യിൽ നിന്ന് മാത്രം കേക്ക് വാങ്ങുമെന്ന് മാത്രമല്ല, അവരുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ റെഫർ ചെയ്യുകയും ചെയ്യും. അങ്ങനെ ചുരുക്കം ചില കസ്റ്റമേഴ്സിൽ ഒരാളുടെ കേക്കാണ് കേട്ടോ ഈ ചെയ്യുന്നത്. പുള്ളിയുടെ മോളുടെ കഴിഞ്ഞ 3 ബർത്ത്ഡേക്കും കേക്ക് ചെയ്ത് ഞാനാണ് കേട്ടോ. ഓരോ കേക്കും ഡിഫറെൻറ്റ് തീംസിലാവണമെന്ന് പുള്ളിക്ക് നിർബന്ധമുണ്ട്. ഇത്തവണ എന്നെ ഏൽപ്പിച്ച ടാസ്ക് ഒരു ക്യൂട്ട് ഹലോ കിറ്റി തീമിൻ്റെ കേക്കാണ് കേട്ടോ. റെഫറൻസിലേക്ക് വായിച്ചിട്ടുണ്ടായിരുന്നു. ഫോണ്ടൻ്റ് കൊണ്ടുള്ള അത്രയും ക്യൂട്ടായ പൂച്ചക്കുട്ടിയെ കണ്ടപ്പോൾ ഇത് ഞാൻ ചെയ്ത് വരുമ്പോൾ ഈ ക്യൂട്ട്നെസ് ഉണ്ടാകുമ്പോൾ സംശയമായിരുന്നു കേട്ടോ. ഞാൻ ഈ ഫോണ്ടൻ്റ് വർക്കിൽ അത്ര എക്സ്പേർട്ട് ആയിട്ടില്ല. തലേന്ന് തന്നെ കിറ്റിയെ ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേന്നാണ് കേക്ക് ഡെക്കറേഷൻ. ഒരു പിങ്ക് ആൻഡ് വൈറ്റ് തീമാണ് കേട്ടോ കേക്കിന്. ഗനാഷിൽ പിങ്ക് കളർ ഒരു ഡ്രോപ്പ് ആഡ് ചെയ്തിട്ടാണ് ഈ പിങ്ക് ഡ്രിപ്പിംഗ് കൊടുത്തത്. അതിൻ്റെ മുകളിൽ ഓഫ് വൈറ്റ് കളറിൽ ക്രീം കൊണ്ടൊരു ഡിസൈനും കൊടുത്തു. കിറ്റിയെ കേക്ക് ഡെലിവറിയുടെ ഒരു അരമണിക്കൂർ മുൻപാണ് കേട്ടോ കേക്കിൽ വെക്കുക. അതുകൊണ്ട് കസ്റ്റമറോട് കേക്ക് കൊണ്ടുവരാൻ ഇറങ്ങുമ്പോൾ ഒന്ന് വിളിച്ചേക്കണമെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോഴേക്കും കേക്കിൽ ഫൈനൽ ഡെക്കറേഷനൊക്കെ ചെയ്യാമല്ലോ. പക്ഷേ അവർ ചെറുതായിട്ടൊന്നും മറന്നെന്ന് തോന്നുന്നു. കേക്ക് വാങ്ങാൻ ആൾക്കാർ എത്തിയപ്പോഴാണ് ഞാൻ കേക്കിലെ ഫൈനൽ വർക്ക് ചെയ്യാൻ ഓടിയത്. അവർ തന്ന റെഫറൻസ് പിക്കിൽ ഈ മീൻതീറ്റ പോലത്തെ റെയിൻബോ സ്പ്രിങ്കിൾസ് ആണ് കേട്ടോ ഉണ്ടായിരുന്നത്. പക്ഷേ അത് ഈ ഫലൂഡയിലും മറ്റും ചേർക്കൊള്ളുന്ന ഷോപ്പിൽ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് കഴിയുമ്പം മെൽറ്റ് ചെയ്ത് കളറൊക്കെ കേക്കിൽ സ്പ്രെഡ് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ നീളത്തിലുള്ള റെയിൻബോ സ്പ്രിങ്കിൾസ് ആണ് കേട്ടോ യൂസ് ചെയ്തത്. കേക്കിൽ അങ്ങോളം ഇങ്ങോളം റെയിൻബോ സ്പ്രിങ്കിൾസും വിതറി കൊടുത്ത് പൂച്ചക്കുട്ടിയും വെച്ച് കൊടുത്ത് ഒരു നമ്പർ 5 ടോപ്പറും വെച്ച് മോളുടെ പേരും കൂടി വെച്ച് കൊടുത്ത് അവരുടെ മുന്നിൽ നിന്ന് തന്നെ കേക്കിൻ്റെ കുറച്ച് പിക്സൊക്കെ എടുത്ത് കേക്ക് വേഗം പാക്ക് ചെയ്ത് കൊടുത്തു വിട്ടു. കസ്റ്റമർ ഏതായാലും ഹാപ്പിയാണ്. ആ റെഫറൻസ് പിക്ക് എൻ്റെ ഇത് പോയിട്ടോ. അതുകൊണ്ട് തന്നെ 2 കിറ്റേയും കമ്പയർ ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ചെയ്ത കിറ്റ് ഏകദേശം ശരിയായെന്ന് തോന്നുന്നു. പിന്നെ ഇതിനെക്കുറിച്ച് എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ ശരിയായുള്ളൂ എന്ന്. അപ്പോൾ ബൈ.